ഓം നമോ ഭഗവതേ വാസുദേവായ. വിഷുഫലം. ഏപ്രിൽ മാസത്തോടുകൂടി ഗജകേസരി യോഗം വരുന്ന 10 നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് സംഭവിക്കുന്ന മാറ്റം വളരെ വലുതാണ്. ഇവർക്ക് സർവ്വ ഐശ്വര്യമാണ് ഇനി വരാൻ പോകുന്നത്. നല്ല നിലയിൽ ജീവിത നിലവാരം മാറുന്നതാണ്. ഇവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് അനുഭവപ്പെടുന്നതാണ്. സൗഭാഗ്യം, സാമ്പത്തികം, ജോലി ഭാഗ്യം, വിദ്യാഭ്യാസ പുരോഗതി, എല്ലാ രീതിയിലും ഇവർ രക്ഷപ്പെടുന്നതാണ്. ഇതെല്ലാം പുരോഗതിയിലേക്കാണ് വരുന്നത്. കൂടാതെ കുടുംബൈശ്വര്യം, മംഗല്യയോഗം എല്ലാം ഉണ്ടാകും. ദുരിത ദുഃഖങ്ങളെല്ലാം മാറി വരുന്ന ആ 3 നക്ഷത്രങ്ങൾ, ആദ്യത്തെ 3 നക്ഷത്രങ്ങളാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക. ഇവർക്കാണ് ഈ സർവ്വ ഐശ്വര്യം വരുന്നത്. എല്ലാ സമയം തെളിയാൻ പോകുകയാണ് ഇവരുടെ. എല്ലാം മാറി മറിയും. ഇനി ഒന്നും പേടിക്കാനില്ല. ദൈവാനുഗ്രഹം വളരെയധികമുണ്ട്. എവിടെ പോയാലും രക്ഷപ്പെടും. ഇവർക്ക് സുവർണ്ണ കാലഘട്ടമാണ്. ഇവരുടെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്നതാണ്. അടുത്തത് രോഹിണി, മകീരം, പുണർദം. ഇവർക്കും വളരെയധികം നല്ല സൗഭാഗ്യമുള്ള കാലഘട്ടമാണ്. വിദ്യാഭ്യാസ പുരോഗതി, സാമ്പത്തിക പുരോഗതി, ജോലി സാധ്യത എല്ലാം ഉണ്ട്. കൂടാതെ വീട്, വാഹനം എന്നിവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നടക്കും. സാമ്പത്തികമായി നല്ല അവസ്ഥയാണ്. കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവ നിലനിൽക്കും. വളരെ ഭാഗ്യമുള്ള നക്ഷത്രങ്ങളാണ് ഇവർ. അടുത്തത് ഉത്രം, ചിത്തിര, ഉത്രാടം. ഇവർക്ക് രാജയോഗമാണ് വരുന്നത്. ഇപ്പോൾ സാമ്പത്തികമായി വളരെയധികം പുരോഗതിയാണ്. വീട്, വാഹനം എന്നിവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നടക്കും. ജോലി സാധ്യത വളരെ കൂടുതലാണ്. വിദ്യാഭ്യാസ പുരോഗതി, വിവാഹം കഴിക്കാത്തവർക്ക് അതിനുള്ള ഭാഗ്യം വരുന്ന സമയമാണ്. കുടുംബത്തിൽ സമാധാനം, ഐശ്വര്യം എന്നിവ ഉണ്ടാകുന്നതാണ്. അടുത്തതായിട്ട് അനിഴ നക്ഷത്രമാണ്. ഇവർക്ക് ജീവിതമാറ്റം വളരെ വലുതാണ്. സ്നേഹം, സൗഹൃദം എന്നിവയുള്ളവരാണിവർ. ഈ അനിഴ നക്ഷത്രക്കാർ കുറേ കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ്. ഈ വിഷുഫലം വളരെ നല്ലതാണ് ഇവർക്ക്. സുവർണ്ണ കാലഘട്ടമാണ് ഇവരുടെ. ശനി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. സഹിച്ച കഷ്ടപ്പാടുകൾ എല്ലാം മാറും. വീട്, വാഹനം എന്നിവ വാങ്ങുന്നതാണ്. തൊഴിൽ മേഖല വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. പുതിയ മേഖല തെളിഞ്ഞു വരുന്നതാണ്. ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതാണ്. മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകും. കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇങ്ങനെ വരുന്നത്. സാമ്പത്തികമായി നല്ല അവസ്ഥയാണ്. ദാമ്പത്യ ജീവിതം വളരെ നല്ലതാണ്. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. സമാധാനം, സന്തോഷം എല്ലാം ഉണ്ടാകും. കുടുംബത്തിൽ വളരെയധികം നല്ല പുരോഗതിയാണ് കാണുന്നത്. കൂടാതെ ആത്മീയ കാര്യത്തിൽ പുരോഗതിയാണ്. കൂടാതെ ദൂര സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ ഉണ്ടാകും. എല്ലാ കാര്യത്തിലും വിജയം ഉറപ്പാണ് ഈ നക്ഷത്രക്കാർക്ക്. ഓ നമോ